السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. നമ്മുടെ ഇന്നത്തെ വിഷയം ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഫാസ്റ്റിംഗ് ഇൻ റമളാൻ. റമളാൻ മാസത്തിൽ നമ്മൾ നോൽക്കുന്ന നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളതാണ് വിഷയം. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്? അത് അള്ളാഹു തന്നെ പറയട്ടെ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ശരിക്കും വ്യക്തവും സ്പഷ്ടമായിക്കൊണ്ട് നോമ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ വിവരിക്കുകയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. എന്താണ്? ടു ഗെറ്റ് ദ റിയൽ റൈറ്റ്നെസ്നെസ് ആൻഡ് ദ ഗോഡ് കോൺഷ്യസ്നെസ്. ശരിക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ച പ്രയോഗം ഖുർആനിൽ ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാനുള്ള 30 ദിവസത്തെ നമ്മുടെ അള്ളാഹുവിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ, ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ പരിപൂർണമായും ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛയെ അള്ളാഹുവിൻ്റെ ഇച്ഛയിലൂടെ നിയന്ത്രിതമാകുന്ന ഒരു യഥാർത്ഥ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത്. നമ്മളെ യഥാർത്ഥ മനുഷ്യനാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധമായ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ട മാസം. ഇവിടെ ഉപയോഗിച്ച് വിടുന്ന ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ആയേക്കാം. അതല്ലാതെ ലഅല്ലക്കും തജൂഊൻ, നിങ്ങൾ വിശക്കാൻ വേണ്ടി, ലഅല്ലക്കും തഅതിഷൂൻ, നിങ്ങൾ ദാഹിക്കാൻ വേണ്ടി, ലഅല്ലക്കും തഅതബൂൻ, നിങ്ങൾ ക്ഷീണിക്കാൻ വേണ്ടി എന്നല്ല. മറിച്ച് നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്തുക. സ്വന്തം വിലയിരുത്താൻ സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? സോട്ട് അനാലൈസിസിലൂടെ നമുക്ക് ഓരോ വ്യക്തിക്കും സ്വന്തത്തെ ഒന്ന് വിലയിരുത്താം. സോട്ട് അനാലൈസിസ്, എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്. നമുക്ക് മാഷാ അല്ലാഹ് നല്ല കഴിവുണ്ട്, ഈമാനുണ്ട്, തഖ്വയുണ്ട്, കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം, ദീൻ്റെ വിഷയങ്ങളൊക്കെ അറിയാം. നമ്മൾ നല്ല കുടുംബം, നല്ലത് ആഹരിക്കുന്നു, നല്ല ചുറ്റുപാട്, നല്ല വീടായിരിക്കാം, നല്ല കുടുംബമായിരിക്കാം, നല്ല ഭാര്യ, നല്ല മക്കൾ, ഇങ്ങനെ കുറേ നമ്മൾക്ക് സ്ട്രെങ്സ് ഉണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ സഹകരിക്കുന്ന, നമ്മുടെ കൂടെ കൂടി നിൽക്കുന്ന പല സ്ട്രെങ്ത്തുമുണ്ട്. അതേ സ്ഥലത്ത് നമുക്കെന്നുണ്ട് വീക്ക്നെസ് ഉണ്ട്. ഈ വീക്ക്നെസ് മനസ്സിലായിക്കൊണ്ട് ഓരോ വ്യക്തിയും സ്വന്തം വീക്ക്നെസ് ഇല്ലാത്ത മനുഷ്യൻ ലോകത്തില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ വീക്ക്നെസ് ഉണ്ടാവും. അവൻ്റെ സ്വഭാവത്തിലോ, അവൻ്റെ പെരുമാറ്റങ്ങളിലോ, അവൻ്റെ എടുക്കൽ കൊടുക്കലുകളിലോ, അവൻ്റെ നമസ്കാരത്തിലോ, നോമ്പിലോ, അവൻ്റെ വൈയക്തിക ജീവിതത്തിലോ, സാമൂഹിക ജീവിതത്തിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ അവന് പോരായ്മ ഉണ്ട് എന്നുള്ളതാണ്. പോരായ്മയില്ലാത്ത മനുഷ്യൻ തെറ്റിൽ നിന്നും പരിപൂർണമായി പാപസുരക്ഷിതം ലഭിച്ചതായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് മാത്രം, അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർകൾ പിൻപറ്റിക്കൊണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമെ പിൻപറ്റിക്കൊണ്ട് പരിപൂർണമായ നമ്മുടെ ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലായിക്കൊണ്ട് നമ്മുടെ എല്ലാ വീക്ക്നെസ്സിനെയും നമ്മൾ മിനിമൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം കിട്ടിയ റമളാൻ മാസം. സ്വന്തം ഒന്ന് പഠിക്കാനും വിലയിരുത്താനും. അതുകൊണ്ട് നമ്മളൊക്കെ ബിസിയാണല്ലോ. നമ്മൾ 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ എന്തോ ഒരു അലക്ഷ്യം
ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ ബിസിയാണ്. ഈ ബിസിൻ്റെ അകത്ത് ലക്ഷ്യബോധത്തോടു കൂടി എനിക്ക് വലിയൊരു കാര്യം പ്രാപിക്കാനുണ്ട്. എൻ്റെ സെൽഫ് ഞാൻ എന്താണ്, ഞാൻ ഇവിടത്തേക്ക് എത്തി, എൻ്റെ അവസ്ഥ എന്ത്, ഞാൻ എത്രത്തോളം സ്വർഗത്തിലേക്ക് ഞാൻ പ്രാപ്തനാണ്, എന്തൊക്കെയുണ്ട് എൻ്റെ പോരായ്മകൾ. അതല്ലാതെ സെൽഫ് ഫനാറ്റിസം, ഞാൻ മാത്രം ശരി, ബാക്കിയെല്ലാം തെറ്റ്, എൻ്റെതെല്ലാം ശരി, എൻ്റെ പ്രസ്ഥാനം ശരി, എൻ്റെ വ്യക്തി ഞാൻ അവളുടെ ശരിയാണ്, അവർ ശരിയില്ല, ഇവർ ശരിയില്ല, എൻ്റെ ഭാര്യ ശരിയില്ല, മക്കൾ ശരിയില്ല, ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പല വീടുകളും പ്രശ്നമാണ്. പല വീടുകളും തകർച്ചയിലാണ്, പല കുടുംബ ബന്ധങ്ങളും തകർച്ചയിലാണ്. പല വീടുകളിലും ഭാര്യ ഭർത്തൃ ബന്ധം ശരിയില്ല, പല വീടുകളിലും മക്കളുമായി മാതാപിതാക്കൾക്ക് ബന്ധം ശരിയില്ല, പല വീടുകളിലും വീടെന്തല്ല ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കുടുംബമായി ജീവിക്കേണ്ട ഒരു വീടായി മാറുന്നില്ല. പലതും ഹൗസാണ്, എല്ലാ സൗകര്യങ്ങളും പക്ഷെ എന്തില്ല, സമാധാനമില്ല, കുടുംബജീവിതമില്ല. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് എന്താണ്? ഇവിടെ അൽരിജാൽ ഖവ്വാമൂന അലൻ നിസാ, നമ്മുടെ വീടിനെയും നമ്മുടെ പെണ്ണുങ്ങളെയും നമ്മുടെ മക്കളെയും ചൊവ്വായി നിർത്തേണ്ട ബാധ്യതയുള്ള പുരുഷൻ അവൻ നന്നാകുന്നില്ല. അപ്പോൾ അവൻ ഈ സോട്ട് അനാലൈസിലൂടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചാൻസ് നന്നാവാൻ വേണ്ടി, അതാണ് റമദാൻ മാസം. അതുപോലെ നന്നാകുന്നില്ലെങ്കിൽ പിന്നെ ട്രെഡ്സ് പേടിക്കാനുണ്ട്. നമ്മുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം, സമൂഹ ജീവിതം, സർവോപരി നമ്മുടെ ആഹാരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ തഖ്വ, യഥാർത്ഥ തഖ്വ, അൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമൽ ബിൽ തൻസീൽ വൽ ഇസ്തിഅദാദ് ഇലാ യൗമിർ റഹീൽ വൽ ഖനാഅത്ത് ബിൽ ഖലീൽ. തഖ്വക്ക് കൊടുത്ത ഏറ്റവും വലിയ നല്ലൊരു ഡെഫിനിഷനാണത്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹു ഇറക്കി എല്ലാ നിയമങ്ങളെയും അംഗീകരിച്ചുകൊണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവൻ നയിച്ചുകൊണ്ട്, ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ആഖിറത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പ്, ഈ മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് റമളാൻ മാസം. റമളാൻ മാസം കേവലം എന്താണ്, ഫഖ്ഹിൻ്റെ ഭാഷയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണപാനീയങ്ങളും മറ്റും ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മാത്രം ഒരു നോമ്പല്ല, അത് അടിസ്ഥാനപരമാണ്. അതിൽ നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? ഏറ്റവും വലിയ ഔന്നിത്യം, ഏറ്റവും വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. ആരെങ്കിലും മ്ലേച്ഛമായ വാക്കുകളും മ്ലേച്ഛമായ പ്രവൃത്തികളും അറിവില്ലായ്മയും ഒഴിവാക്കാതെ കേവലം ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കുന്നെങ്കിലും അവന് നോമ്പിനുള്ള ആവശ്യമില്ല. മല്ലം യദഅ ഖൗല അസ്സൂരി വഅമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹയത്തുൻ യദഅ തആമുഹു വശറാബുഹു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒന്ന് സ്വന്തം വിലയിരുത്തുക, എവിടെയാണ് പോരായ്മ. നമ്മുടെ ബന്ധങ്ങൾ, അള്ളാഹുമായുള്ള ബന്ധം, പ്രവാചകരുമായുള്ള ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ കുടുംബമായുള്ള ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധം, ഭാര്യമക്കളുമായുള്ള ബന്ധം, എവിടെയാണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് യഥാർത്ഥ ശുദ്ധീകരണത്തിന് വിധേയരായിക്കൊണ്ട് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ ഏറ്റവും വലിയ ഘടകം കുടുംബമാണ്. ആ കുടുംബം തകർച്ചയിലാണെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണ്? ആ കുടുംബം, അവൻ്റെ ഉത്തരവാദിത്തം, അവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, പെരുമാറ്റം ശരിയാക്കണം, അവരുമായുള്ള നമ്മുടെ ഡീലിംഗ് ശരിയാക്കണം, ട്രാൻസാക്ഷൻ ശരിയാക്കണം, സംസാരം ശരിയാക്കണം, പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, ക്ഷമിക്കണം, അവരും കൂടെ കൂട്ടിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് നോമ്പ് തുറക്കുമ്പോൾ ഒന്നിച്ച് നോമ്പ് തുറക്കണം. അതുപോലെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, അവർ ക്ഷമിച്ചു കൊടുക്കണം, അവർക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് അവൻ്റെ കുടുംബം, വ്യക്തി, അവൻ്റെ കുടുംബം, അവൻ്റെ സമൂഹം, ലോകത്ത് മൊത്തം എല്ലാവർക്കും ഗുണം ആഗ്രഹിച്ചുകൊണ്ട്, ഗുണകാംക്ഷ പുലർത്തിക്കൊണ്ട് മനുഷ്യരെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ അവരുടെ ഗുണകാംക്ഷ പുലർത്തിക്കൊണ്ട് അവർക്കെതിരായ ശത്രുക്കളെ സഹായിക്കാതെ, ലാലിമീങ്ങളെ സഹായിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റിക്കൊടുക്കാതെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രശ്നത്താൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിമുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇഷ്ടംപോലെ മുസ്ലിമീങ്ങൾ നമ്മുടെ അക്രമ ഭരണത്തിന് കീഴിൽ അവർ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ശരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി മനസ്സ് തുറന്ന് വെച്ചുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അവരൊക്കെ ഉൾപ്പെടുത്തണം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും, പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെയും, ചൈനയിലെ മുസ്ലിങ്ങളെയും, ലോകത്തുള്ള കഷ്ടപ്പെടുന്ന മിൻ മശാരിഖിൽ ഇലാ മഗാരിബിഹ, ലോകത്ത് എവിടേക്കുണ്ട് മുസ്ലിമുകൾ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ ഗുണകാംക്ഷയായി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം. അതാണ് മുസ്ലിം. നോമ്പിലൂടെ അവൻ ശക്തി ആർജിക്കുന്നു, അവൻ ളുൽമിനെതിരായി പ്രതികരിക്കുന്നു, അവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു,
അവൻ്റെ ചിന്തയും അവൻ്റെ പ്രവർത്തനം മൊത്തം നീതിക്ക് വേണ്ടിയായിരിക്കും. അനീതിക്കവൻ കൂട്ടുനിൽക്കില്ല. ഈ നിലക്ക് ശരിക്കും സംശുദ്ധരായിക്കൊണ്ട്, നല്ല മനുഷ്യനായിക്കൊണ്ട്, നമ്മൾ യഥാർത്ഥ മനുഷ്യരായിക്കൊണ്ട്, നമ്മൾ ഇവിടുന്ന് ഒരു പരിവർത്തനത്തിന് വിധേയരായിക്കൊണ്ട് നമ്മൾ ഷവ്വാൽ, ദുൽഖഅദ, അല്ലാതെ കേവലം റമളാൻ മാസത്തിൽ മാത്രം ഒരു റമളാൻ മാസത്തിലെ പ്രത്യേക മുസ്ലിം എന്ന നിലക്കല്ല, മറിച്ച് റമളാൻ മാസത്തിലൂടെ എല്ലാ മാസങ്ങളിലും നല്ല നിലക്ക് ജീവിക്കുന്ന, നല്ല മനുഷ്യനായി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് തേടിക്കൊണ്ട്, എദ്ഖും മിനന്നാർ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആർജിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമ്മൾ അള്ളാഹുവിനോട് തേടി നമ്മൾക്ക് അള്ളാഹ് പുറത്ത് നൽകിക്കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തുന്ന യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ്, യഥാർത്ഥ മനുഷ്യരായി സ്വന്തത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് റമളാൻ മാസം. ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ അനിത്യപൂർണമായ ഈ ലക്ഷ്യം, ഏറ്റവും ഈ പരമോന്നതമായ അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം മുന്നിൽ നമ്മളൊക്കെ നോമ്പ് നോക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നല്ല മുത്തഖിയായ മനുഷ്യനായി ജീവിക്കുവാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.